വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനം ദുരന്ത നിവാരണ ഫണ്ട് നിരന്തരം ദുരുപയോഗം ചെയ്തു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രഹസനമാണെന്നും പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിലെ അതിക്രമത്തിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും ജോർജ് കുര്യൻ അറിയിച്ചു. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിവിധ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും പ്രത്യേക പാക്കേജ് കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണ ഫണ്ട് സംസ്ഥാന സർക്കാർ നിരന്തരം ദുരുപയോഗം ചെയ്തു. ദുരന്തത്തിൽ പണം ശേഖരിച്ച് ബാങ്കിലിടുന്ന സമീപനമാണ് മുൻപ് സർക്കാർ സ്വീകരിച്ചതെന്നും എയർഫോഴ്സ് ചോദിച്ചത് സംസ്ഥാനം വർഷങ്ങളായി നൽകാനുള്ള പണമാണെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യ വിമർശനങ്ങളും വീരവാദവുമാണ് ചില നേതാക്കൾ നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇതാ വയനാടിന് വേണ്ടി 132 കോടി രൂപ കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു. ഇവിടുന്ന് ആരോ ചോദിച്ചു, എയർഫോഴ്സുകാർ വെറുതെ കള്ളം പറയുമല്ലോ, നമ്മുടെ മിലിറ്ററിയെ അവർ നിയമപരമായിട്ടേ ചെയ്യുള്ളൂ, അവർ രാഷ്ട്രീയം കളിക്കുകയില്ല. അത് കേന്ദ്രം പറഞ്ഞാൽ അവർ ചെയ്യല, ഒന്നും നടക്കുകയില്ല. അപ്പോഴാണ് പറഞ്ഞ 13 കോടിയായി. അത് 13 കോടി എന്ന് പറഞ്ഞാൽ 2006 മുതൽ കേന്ദ്രം ഈ പൈസ എല്ലാം കൊടുത്തിട്ട് 700 കോടി ഇപ്പോഴും ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല. നമ്മുടെ മിലിറ്ററിയെ അപമാനിക്കുകയല്ലേ ഇത്? ഈ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഈ കളി അവസാനിപ്പിക്കണം. ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ ദുരന്ത ഫണ്ട് ബാങ്കിലിട്ടതും അതിനുശേഷം മാധ്യമങ്ങൾ ബഹളം വെച്ചിട്ട്, പ്രൈവറ്റ് ബാങ്കിലിട്ടതും അതിനുശേഷം മാധ്യമങ്ങൾ ബഹളം വെച്ചിട്ട് നാഷണലൈസ്ഡ് ബാങ്കിലിട്ടതും ഈ കേരളത്തിൽ തന്നെയാണ്. ഒരേ വിഷയത്തിൽ 2 കമ്മീഷൻ സാധ്യമല്ല. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രഹസനമാണ്. ജനങ്ങളെ കബളിപ്പിക്കരുതെന്നും അവകാശ സംരക്ഷണത്തിന് ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ നിസാർ കമ്മീഷൻ അന്വേഷിച്ച കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ കാര്യത്തിൽ തന്നെ 2 ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ അന്വേഷിക്കാൻ സാധ്യമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടന്നത്. ആ നിയമസഭയുടെ നടപടിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇടപെടാൻ സാധിക്കുമോ? അവരെ സഹായിക്കാൻ വേണ്ടി ആര് മുന്നോട്ട് വന്നാലും തീർച്ചയായിട്ടും സഹായിക്കാൻ ഞാൻ കൂടെയുണ്ടാവും. പക്ഷേ അവരെ കബളിപ്പിക്കരുത്, വഞ്ചിക്കരുത്. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിനെതിരെയുള്ള അതിക്രമം അപലപനീയമാണ്. ബിഷപ്പ് ഹൌസിലേക്ക് ബോംബെറിഞ്ഞ യൂത്ത് കോൺഗ്രസും 2018 കരോൾ സംഘത്തെ ആക്രമിച്ച ഡിവൈഎഫ്ഐയും ഇന്ന് കരോൾ നടത്തി പ്രായശ്ചിത്തം ചെയ്യുന്നത് നല്ലതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പാലക്കാട് ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നിരിക്കുന്നു. സർക്കാർ UP സ്കൂളിലാണ് അത് നടന്നത്. അതിനെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുന്നു. ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ നിയമ നടപടി എടുക്കണമെന്ന് കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ DYFI അവർ കരോള് നടത്തുന്നത് സ്വാഗതാർഹമാണ്. കാരണം 2014 മെയ് മാസം 16-ാം തീയതി ഇടുക്കി ബിഷപ്പ് ഹൗസിലേക്ക് ബോംബെറിഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് ഇന്ത്യ മുന്നണിയിലെ ഇടതിന്റെയും വലതിന്റെയും പ്രവർത്തനമെന്നും അതിന്റെ ഭാഗമാണ് വിജയരാഘവന്റെ പ്രസ്താവനയെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. ജനം, ഡൽഹി.